ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയ പ്രവാസിയെ സൽക്കാരം നടത്തുന്നതിനിടെ സുഹൃത്ത് അടിച്ചും കഴുത്ത് ഞെരിച്ചും കൊലപ്പെടുത്തി. തൃശ്ശൂരിലാണ് സംഭവം. തൃശ്ശൂർ വെങ്ങണിശ്ശേരി സ്വദേശി രാജുവാണ് മരിച്ചത്. ദുബായിലെ കമ്പനിയിൽ ഇലക്ട്രീഷ്യനാണ് കൊല്ലപ്പെട്ട രാജു. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്തും അയൽവാസിയുമായ ഫ്രിൻഡോയെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് രാജു ദുബായിൽ നിന്നും എത്തിയത്. ദുബായിലേക്ക് തിരിച്ചു പോകാനിരിക്കെയാണ് സംഭവം. മരത്തിൻ്റെ ഫ്രെയിമുകളിൽ ക്ലോക്ക് നിർമ്മിക്കുന്ന വ്യാപാരി കൂടിയായ രാജുവിൻ്റെ വീടിന് പിന്നിൽ ക്ലോക്ക് നിർമ്മാണത്തിനുള്ള ചെറിയ പുരയിലായിരുന്നു സൽക്കാരം. അതിനിടെയാണ് വാക്കുതർക്കവും കൊലപാതകവും ഉണ്ടായത്. ഡാനി ഇപ്പോൾ ചേരുന്ന വിവരങ്ങളുമായി. ഡാനി, നമ്മളൊക്കെ സാധാരണ ഈ സുഹൃത്തുക്കൾ വിദേശത്ത് നിന്ന് വരുമ്പോൾ വീട്ടിൽ സൽക്കരിക്കാറുണ്ട്. പക്ഷെ അതൊടുവിൽ ഈ രീതിയിലൊരു ദുരന്തമായി അവസാനിക്കുന്നു. മദ്യലഹരിയിലായിരുന്നു ആക്രമണം. എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം? ഇവര് ദുബായിൽ നിന്ന് തിരിച്ചെത്തി അതിന്റെ ഒരു സുഹൃത്ത് സംഘം എന്ന രീതിയിലെല്ലാം ഒരു മദ്യസൽക്കാരം എല്ലാം തന്നെ നടക്കുകയായിരുന്നു. ആ സമയത്ത് വിളിച്ച സമയത്ത് ഈ ഫ്രിൻഡോയും അതോടൊപ്പം തന്നെ രാജുവും അവരുടെ സുഹൃത്തുക്കളടക്കം ഒരു 5 പേരുള്ള അവിടെ ഉണ്ടായിരുന്നു. ബുധനാഴ്ച രാത്രിയായിരുന്നു ഇത് നടന്നത്. ഇതിനുശേഷം സുഹൃത്തുക്കൾ തിരിച്ചുപോയി. ഇവർ രണ്ടുപേരും അയൽവാസികളാണ്. സുഹൃത്തുക്കൾ തിരിച്ചുപോയതിനു ശേഷം വ്യാഴാഴ്ച പുലർച്ചെയാണ് രണ്ടുപേരും തമ്മിലൊരു അടി ഉണ്ടാവുന്നത്. കാരണം അവിടെ വെച്ച് തന്നെ ഇവര് രണ്ടുപേരോട് തുടരുകയും പിന്നീട് എന്തൊക്കെയോ പറഞ്ഞ് വാക്കുതർക്കമാകുകയും എല്ലാം തന്നെ ചെയ്തു. ഇതിനുശേഷമാണ് ഈ വാക്കുതർക്കം സംഘട്ടനത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇതിനുശേഷം ഈ ഫ്രിൻഡോ രാജുവിനെ പട്ടി കൊണ്ട് അടിക്കുകയായിരുന്നു. ഈ വലിയ രീതിയിൽ അദ്ദേഹത്തിന് ഈ മുറിവേറ്റു. ഇതിനുശേഷമാണ് ഇത് നിലവിളി കേട്ടെല്ലാം ഓടിയെത്തിയവരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. ഇതിനുശേഷം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാജു മരണപ്പെടുകയായിരുന്നു. പോലീസിന് നേരെയും ഈ പ്രതി കയ്യേറ്റത്തിന് ശ്രമിച്ചുവെന്നാണ് വിവരം. പോലീസ്